നമ്മളെ കൂട്ടിവരുത്തിയല്ലോ, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ് നാം ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ആ വാക്യം മോശയുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വച്ചു. ഈ ഒരു വാക്യം മാത്രമാണ് മോശയുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തെപ്പറ്റി നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വാക്യം ഈ എബ്രായ ലേഖനത്തിൽ. ആ പ്രിയപ്പെട്ടവരുടെ പേരുകൾ വളരെ ആർക്കും അങ്ങനെ വലിയ പരിചയമുള്ള പേരല്ല. മറ്റു പലരുടെയും പേരുകൾ നമുക്കറിയാം. മോശയുടെ അമ്മയുടെയും അപ്പൻ്റെയും പേര് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സ് 20, 6-20. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബെദിനെ വിവാഹം കഴിച്ചു. അവൾ അവനെ അഹരോനെയും മോശയെയും പ്രസവിച്ചു. അപ്പോൾ മോശയുടെ അപ്പൻ്റെ പേര് അമ്രാമെന്നും അമ്മയുടെ പേര് യോഖേബെദ് എന്നുമാണ്. നാം സാധാരണ ഓർക്കുന്നത് പോലെ ഇവരുടെ പേരിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ അമ്രാം എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം ഉയർച്ച പ്രാപിച്ച മനുഷ്യർ എന്ന, എക്സോൾട്ടഡ് പീപ്പിൾ, ഉയർച്ച പ്രാപിച്ച മനുഷ്യർ. യോഖേബെദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യഹോവ ബഹുമാനിക്കപ്പെട്ടു എന്ന, ലോർഡ് ഓണേഡ്, യഹോവ ബഹുമാനിക്കപ്പെട്ടു. അത് നാം പഠിച്ചു വരുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം അവർ പ്രായോഗികമാക്കി എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാം ആദ്യം വായിച്ച വാക്യം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ എന്നാണ് തുടങ്ങുന്നത്. മോശയുടെ ജനനത്തിങ്കൽ, അവന്റെ അപ്പന്റെയും അമ്മയുടെയും വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തി മോശയുടെ ജനനവും അവന്റെ വളർച്ചയും ബന്ധപ്പെട്ടാണെന്ന് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പറയുന്നത് വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ. മോശ ജനിച്ച സാഹചര്യം അല്പ കഠിനമായ സാഹചര്യമായിരുന്നു. 1-2 വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സ് 7, 1-7. 9-ാമത്തെ വാക്യം. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ജനപ്പെരുപ്പം, അതുകൊണ്ട് രാജാവിന് ഭയമായി. അങ്ങനെ വന്നാൽ ഒരു ശത്രു സൈന്യം നമ്മെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇവർ അവരോട് ചേർന്ന് നമ്മോട് പോരാടിയാൽ ഈ ദേശം വിട്ട് അവർ പോകും. അവരോട് അങ്ങനെ ഭയപ്പെട്ടിട്ട് അവർ പറയുന്ന വാക്കുണ്ട്, ബുദ്ധിയായി നമ്മൾ ഇടപെടുക. എന്താ ബുദ്ധിയായിട്ട് ഇടപെട്ടത്? 15-ാമത്തെ വാക്യം വേഴ്സ് 15. ഇവിടെ പണ്ടത്തെ കാലത്തെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് വരെ സ്ത്രീകളുടെ പ്രസവമൊക്കെ അവരുടെ ഭവനങ്ങളിലായിരുന്നു. അതിനുശേഷമാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി തുടങ്ങിയത്. അപ്പോൾ പണ്ടത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടെ പ്രസവകാലമാകുമ്പോൾ അവരെ പോയി സഹായിക്കുന്ന നേഴ്സസ് ഉണ്ട്, സൂതികർമ്മിണികൾ. അവരോട് പറയുക, നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ പ്രസവത്തിന് ചെല്ലുമ്പോൾ ആ പ്രസവ സമയത്ത് തന്നെ കുട്ടി പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ, ആണാകുന്നെങ്കിൽ കൊന്നുകളയണം. ആരോടെ പറഞ്ഞെന്നറിയാമോ? എബ്രായ സൂതികർമ്മിണികളോടാ. അതായത് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവര് അവിടുത്തെ നേഴ്സായിട്ട് ജോലി ചെയ്യുക. ഫറവോന്റെ ശമ്പളം വാങ്ങിക്കുന്നവരാണെങ്കിലും അവര്
ദൈവത്തെ ഭയമുള്ളവരാ, ഇസ്രായേൽ മക്കളാ, എബ്രായ സ്ത്രീകളാ. അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെന്നാണ് വാക്യം. ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ താൻ വേറൊരു ബുദ്ധി ഉപയോഗിച്ചു. അതിന് 22-ാം വാക്യം, വേഴ്സ് 22 വായിച്ചു. എന്താ താൻ പിന്നെ പറഞ്ഞത്? ഇവിടെ പറയുന്ന ഒരു കൽപ്പനയുണ്ട്. സകല ജനത്തോടും പറയുക, ഇസ്രായേൽ മക്കളോടും മിസ്രൈമിനോടും അങ്ങനെ എല്ലാവരോടും ഒന്ന് പറയുക. അപ്പൊ തനിക്കറിയാം മിസ്രൈമിന് താൻ പറയുന്ന കൽപ്പന അനുസരിക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. ഇസ്രായേൽ മക്കളെ ലക്ഷ്യമാക്കിയാ പറയുന്നത്. ഇന്നത്തെ ചില പ്രത്യേക രാഷ്ട്രീയക്കാരൊക്കെ ചില കൽപ്പന പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ആൺകുട്ടിയെ വെള്ളത്തിലെറിഞ്ഞു കളയണം, നദിയിലെറിഞ്ഞു കളയണം, അങ്ങനെ കൊന്നു കളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. രണ്ട് കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത്, ജനിക്കുവാൻ അവകാശമില്ല ഒരു ആൺകുഞ്ഞിനെ. രണ്ട്, ജനിച്ചാൽ ജീവിക്കാൻ അവകാശമില്ല. അത്ര കഠിനമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വാക്യം എങ്ങനെയാ? വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ എന്താ വായിക്കുന്നത് എബ്രായ ലേഖനത്തിൽ. അപ്പൊ മോശ ജനിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു ആൺകുട്ടിക്ക് ജനിക്കുവാൻ അവസരമില്ലാത്ത, സഹായമില്ലാത്ത, ആനുകൂല്യമില്ലാത്ത, അഥവാ ജനിച്ചാൽ വളരുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ മോശ ജനിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം, ചാപ്റ്റർ 2. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇതാരെ കുറിച്ചാ? മോശയെ കുറിച്ചാ. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമ്മൾ ശരി ലളിതമായ ഭാഷ പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ റിസ്ക് എടുക്കുക അല്ലേ? ആ സമയത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യമായ ബുദ്ധി നോക്കിയാൽ ആവശ്യമുള്ള കാര്യമായിരുന്നോ? അതായത് ജനിക്കുമ്പോഴെല്ലാം അറിയത്തുള്ളൂ, ഇന്നത്തെ പോലെ സൗകര്യമില്ലല്ലോ, ആണാന്നോ പെണ്ണാന്നുള്ള കാര്യം. പെൺകുട്ടിയാണെങ്കിൽ ജീവിച്ചിരിക്കാൻ അനുവാദമുള്ളൂ, ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയണം. അപ്പൊ പിന്നെ ഈ ഒരു കാര്യത്തിന് പോകണമായിരുന്നോ ഈ സാഹചര്യത്തിൽ? തന്നെയുമല്ല, നാം പഠിച്ചു വരുമ്പോഴറിയാം, 3 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ട്, അഹരോൻ. അഹരോനേക്കാളും പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, മിരിയാം. 2 മക്കള് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അതിലധികം മക്കൾ കാണുമായിരിക്കാം. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിനോട് ജന്മം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഈ ഒരു കൽപ്പന നിലനിൽക്കുമ്പോൾ? അവിടെയാണ് രാജാവിന്റെ കൽപ്പന ഭയപ്പെട്ടില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രസക്തി. രാജാവിന്റെ കൽപ്പന ഭയപ്പെട്ടില്ല. എന്താണെന്നറിയാമോ? മക്കള് ജനിക്കണം, മക്കൾ അധികം ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് അവൾക്കറിയാം. അത് ആദമിനോട് പറഞ്ഞ കാര്യം മാത്രമല്ല, ആദമിനോട് പറഞ്ഞത് നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറക എന്നാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം അബ്രഹാമോട് സംസാരിക്കുമ്പോഴും പറയുന്നത്, നിന്റെ സന്താന പരമ്പര, നിന്റെ സന്തതിയെ ഞാൻ നക്ഷത്രങ്ങളെ പോലെയാക്കും, കടൽക്കരയിലെ മണൽ പോലെയാക്കും. അങ്ങനെ ഒരു അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇസഹാക്കിനോട് പറയുമ്പോഴും അതേ കൽപ്പന തന്നെ കൊടുക്കുന്നതായിട്ട് 28-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം. പിന്നെ യാക്കോബിനോട് പറയുമ്പോൾ 46-ാം അധ്യായത്തിൽ പറയുന്നു, നീ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, പൊയ്ക്കൊള്ളുക, അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവരാകെപ്പാടെ 71 പേരെ പോയുള്ളൂ. ചെന്നത് അവിടുന്ന് പുറപ്പെട്ടപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ലക്ഷങ്ങൾ. അപ്പോ സന്താന പരമ്പര ഉണ്ടാകണമെന്നും മിസ്രൈമിൽ അവർ പെരുകി വരണമെന്നും അബ്രഹാമിന്റെ കാലം മുതൽ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത കൽപ്പനയാണെന്ന് അമ്രാമിനും യോഖേബേദിനും അറിയാമായിരുന്നു. ആ കൽപ്പന ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് കുട്ടി ഉണ്ടാകാൻ പാടില്ല, ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയണം, രാജാവിന്റെ കൽപ്പന. ഞാനിങ്ങനെ വാക്ക് പറയാം. ഒരു ഭാഗത്ത് രാജാവിന്റെ കൽപ്പന, ഉണ്ടാകരുത്, ഉണ്ടായാൽ കൊന്നുകളയണം. മറുഭാഗത്ത് രാജാവിന്റെ കൽപ്പന, കുട്ടികൾ ധാരാളം ഉണ്ടാകണം. ഏതനുസരിക്കേണ്ടത്? ഇവിടെ വിഷയം അതാ വിശ്വാസം. ഞങ്ങള് കർത്താവ് പറയുന്നതനുസരിക്കും, രാജാവിനെ ഞങ്ങൾ ബഹുമാനിക്കും. രാജാവിനെ തൽക്കാലം അനുസരിക്കുന്നില്ല. രാജാക്കന്മാരെ ബഹുമാനിക്കണം, അനുസരിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതൊക്കെ സത്യമാണെങ്കിലും വചനവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ അനുസരിക്കണമെന്ന് പ്രമാണമില്ല.
പ്രമാണം. വചനം ഒരു ഭാഗത്ത് കിടക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇവരെ അവിടെ വർദ്ധിപ്പിച്ചിട്ട് വേണം അവിടുന്ന് വലിയൊരു സമൂഹമായിട്ട് ഇറക്കിക്കൊണ്ടു പോകുവാനായിട്ട്. അതിന് മക്കളുണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഈ ഒരു കൽപ്പന. അവരൊട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അവരവരുടെ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല. അവർ മുൻപോട്ട് പോയി. അവർക്കൊരു മകൻ ജനിച്ചു. അതാണ് ഇവിടുത്തെ നമ്മുടെ ശിശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ ശിശുവിനെ അവര് ഒളിപ്പിച്ച് വെച്ചവരുടെ കാരണം പറഞ്ഞേക്കുന്നത് എന്താ? എബ്രായ ലേഖനത്തിൽ എബ്രായർ 11:23 ഒന്ന് വായിച്ചോ. വിശ്വാസത്താൽ ആ ആ ഈ വാക്യം വായിക്കുമ്പോൾ തോന്നും ഈ ശിശു സുന്ദരനല്ലായിരുന്നെങ്കിൽ എന്തോ സൗന്ദര്യ ഈ പറയുന്നേ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കള് എത്ര കാണാൻ കൊണ്ടുവരാത്തില്ലെന്ന് പറഞ്ഞാലും അവരാരാ? അവർ സൗന്ദര്യമുള്ളവർ തന്നെയാ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുമ്പോൾ നാം അതിന് ഒരല്പം വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ കാര്യമല്ല സൗന്ദര്യം എന്ന് പറഞ്ഞ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നീട് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ, അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലുണ്ട്. വായിച്ച് ആക്ട്സ് ചാപ്റ്റർ 7:20. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസ് പറഞ്ഞിരിക്കുന്ന വാക്ക് വേറെയാ, മലയാളത്തിലും ഇംഗ്ലീഷിലും. ദിവ്യസുന്ദരൻ. എന്താ ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞാൽ? ഒരു ദൈവികത്വം, ദിവ്യത്വം അവന്റെ മുഖത്ത് നോക്കിയാൽ കാണുമായിരുന്നു. ഹി വാസ് ലവ്ലി ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് എന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു, ദിവ്യസുന്ദരൻ. സ്തെഫാനോസും യോശുവയും ഒക്കെ പല കാര്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ സൗന്ദര്യമുള്ളവരെന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞു അതിന്റെ രഹസ്യം എന്താ? ഡിവൈൻ ബ്യൂട്ടി, ലവ്ലി ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്, ദിവ്യസുന്ദരൻ. അപ്പൊ ഒരു ദിവ്യത്വം, ദൈവം എന്തോ ഇവരിൽ കൂടെ ചെയ്യാൻ പോകുന്ന ചിന്ത അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ മകനായതുകൊണ്ടും വിശ്വാസത്താൽ മുൻപോട്ട് വന്ന് തീരുമാനിച്ചത് കൊണ്ടും ആ കുഞ്ഞിനെ കൊല്ലണ്ടെന്ന് അവർ തീരുമാനിച്ചു. ആരുടെയും ഏൽപ്പിക്കേണ്ട തീരുമാനിച്ചു. അതിനെ വളർത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ഇനി ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ ആ ദിവ്യത്വം അല്ലെങ്കിൽ ദൈവികമായ ഒരു സൗന്ദര്യം ഉണ്ടെന്നുള്ളതിന്റെ വേറെ തെളിവുണ്ട്. പുറപ്പാട് 2:6 വായിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോകുന്നേ ഉള്ളൂ, മടങ്ങി വരുന്നുണ്ട്. അത് ഫറവോന്റെ മകള് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ സംഭവിച്ച കാര്യമാണ്. 2:6 കണ്ടു, കരയുന്നു. അത് പറയാനാ നമ്മൾ ആ വാക്യം വായിച്ചത്. അവളെന്താ പറഞ്ഞത്? ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. എത്ര പ്രായമുണ്ട്? 3 മാസം. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് കർണാടകക്കാരനാണോ കേരളക്കാരനാണോ പിന്നെ അങ്ങ് ചൈനക്കാരനാണോ നിങ്ങൾക്കാർക്കും പറയാൻ പറ്റുമോ? 3 മാസം പ്രായമുള്ള കുഞ്ഞിന് മുഖത്ത് നോക്കിയിട്ട് ആ സ്ത്രീ പറയുക എബ്രായരുടെ കുഞ്ഞാണെന്ന്. എന്തോ എബ്രായർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇവിടെ. എബ്രായർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വേർപാടുകാരെന്നാണ്. വൺ ഹു ക്രോസ് ദ റിവർ. അബ്രഹാം യൂഫ്രട്ടീസ് നദി കടന്ന് ഇക്കരെ വന്നതുകൊണ്ട് തനിക്ക് കിട്ടിയ പേരായിട്ട് ഉൽപ്പത്തി 14 പറഞ്ഞിട്ടുണ്ട്, എബ്രായനായ അബ്രഹാം. അതിന്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ എന്നാ, വേർപെട്ടവനെന്നാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേർപാടുകാരൻ, വ്രതകാരനല്ല, വേർപാടുകാരൻ. അപ്പൊ ഇവന്റെ മുഖത്ത് നോക്കുമ്പോൾ ആരാന്ന് മനസ്സിലായി? ഇവര് വേർപാടുകാരനാ. ആരാ പറയുന്നേ? ഫറവോന്റെ പുത്രിയാ, ദൈവത്തെ അറിയാത്തവളാ, വിഗ്രഹങ്ങളെ സേവിക്കുന്നവളാ. അപ്പൊ അന്യർക്ക് പോലും ഈ മുഖത്ത് നോക്കിയപ്പോൾ 3 വയസ്സുള്ളപ്പോൾ ഒരു പ്രത്യേകത കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് പല ബ്രദറുകാരുടെ, വേർപാടുകാരുടെ ഞങ്ങൾ വിട്ടു, ബ്രദറുകാരുടെ മുഖത്ത് നോക്കിയാലും 4 ദിവസമായിട്ട് കഞ്ഞി കുടിച്ചു തോന്നത്തില്ല. എന്തെങ്കിലും ചോദിച്ചാലോ നിരാശയുടെ വാക്ക. എങ്ങനെയുണ്ട് സഹോദര? ഇതൊക്കെ അവസാനിപ്പിക്കാം. നമ്മളെ മുഖത്ത് നോക്കുന്നവർ പറയട്ടെ, സന്തോഷമുള്ളവരാ, സമാധാനമുള്ളവരാ എന്ന് പറയട്ടെ. നമ്മളെ അതിനാ കർത്താവ് വിളിച്ചത്. എന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സന്തോഷം സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സന്തോഷ സമാധാനം കർത്താവ് തന്നിട്ടുണ്ട്. നമുക്കത് അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് ആ സ്വഭാവം വെളിപ്പെട്ടു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട്
അവരെന്ത് ചെയ്തു? രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവരെ കുഞ്ഞിനെ സൂക്ഷിച്ചു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാന്ന് പറഞ്ഞാൽ അതൊരു വീര്യപ്രവൃത്തിയാണ് കേട്ടോ. ആ കുഞ്ഞിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മകന് ജന്മം നൽകി 3 മാസം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് പട്ടാളക്കാര് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ വീട് പരിശോധിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ അവർ ആ കാര്യത്തിന് വ്യത്യാസം വരുത്തിയത്. 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു പക്ഷേ പട്ടാളക്കാർ വരുമായിരിക്കാം. എന്തായിരുന്നാലും 3 മാസം അവരെ ഒളിപ്പിച്ചു വെച്ചു. ഇനിയും നോക്കിക്കേ, 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാമത്തെ വാക്യം. പിന്നെ അവനെ ഒളിച്ചു വെക്കാൻ കഴിയാതെ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇവരെ കൊണ്ട് ഇത്രേ കഴിയൂ. ആരെ കൊണ്ട്? അമ്മയപ്പനും കൂടെ അത്രേ കഴിയൂ. കഴിയാവുന്നത് അവരെ. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്തുവാ? എന്നെ കൊണ്ട് കഴിയത്തില്ല. ആരും അത് കഴിയത്തില്ലെന്ന്. എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് വയ്യ, ഞാൻ ചെയ്ത് ശരിയാകത്തില്ല. നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, പരിജ്ഞാനം തന്നിട്ടുണ്ട്, അവസരം തന്നിട്ടുണ്ട്. നാം ചെയ്യാൻ കഴിയുന്നിടത്തോളം നാം ചെയ്യണം. നമ്മൾ അലസരായിരുന്നിട്ട് കർത്താവ് ചെയ്തോളും, കർത്താവ് നോക്കിക്കോളും എന്നൊരിക്കലും പറയരുത്. ഇവരെ സംബന്ധിച്ച് ചെയ്യാവുന്നിടത്തോളം ചെയ്തു, അതാണ്. പിന്നെ കഴിയാതെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിയുന്നത് ചെയ്തു. നമുക്ക് കഴിയുന്നത് നാം ചെയ്യുക, അപ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇനി ഒന്നുകൂടെ വായിച്ച വാക്യം, 3-ാമത്തെ വാക്യം, കഴിയാവുന്ന ചെയ്തു. പിന്നെ എന്ത് ചെയ്തെന്നാ? ഇത് അവരുടെ 2 സ്വഭാവം ഞാൻ പറയാം. ഒന്ന്, നാച്ചുറലായിട്ടുള്ള അവരുടെ കഴിവ്, അതായത് സാധാരണ കാര്യമാണ്. 3 മാസം അവർ ഒളിപ്പിച്ചു, ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും. അത് കഴിഞ്ഞു, ഇനിയും കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ അവർ ചെയ്തത് അസാധാരണ കാര്യമാണ്. അൺനാച്ചുറൽ തിങ്സ്. എന്തുവാ? ഒരു പെട്ടി ഉണ്ടാക്കി, കീലൊക്കെ തേച്ച് അതിനകത്ത് കുഞ്ഞിനെ വെച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ? നദിയില്. പർവ്വം പറഞ്ഞ എന്തുവാ? നദിയിൽ ഇട്ടേക്കണമെന്നാ. അവരെന്ത് ചെയ്തു? നദി കൊണ്ട് വെച്ചു. ചാകാനാണോ? അല്ല. അപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയുന്നതും ചെയ്തു, കഴിവിനെ അപ്പുറത്തും ചെയ്തു. ഇതൊക്കെ നമ്മൾ നിശ്ചയമായിട്ടും കുറുക്കളുടെ കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കഴിയുന്നത് ചെയ്താൽ പോരാ, കഴിവിനപ്പുറം കർത്താവിനോട് ചെയ്യണം. കാരണം കർത്താവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ ക്രൂശുമരണത്തിൽ തനിക്ക് സഹിക്കാവുന്നതിനപ്പുറം താൻ സഹിച്ചു, വഹിക്കാവുന്നെല്ലാം വഹിച്ചു. നമ്മുടെ പാപത്തിന് പരിപൂർണമായ പരിഹാരം ഉണ്ടാക്കി. ഇനി ഒന്നും ശേഷിക്കുന്നില്ലെന്ന് പറയത്തക്കവണ്ണം അവസാനം പറഞ്ഞു, സകലവും നിവൃത്തിയായി. അങ്ങനെ പറഞ്ഞ് നമ്മുടെ രക്ഷ ഒരുക്കി നമ്മുടെ കയ്യിലേക്ക് ദാനമായി തന്നതാ. അതുകൊണ്ട് നാം രക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉഴപ്പ് കാണിക്കരുത്, അലസത കാണിക്കരുത്. എന്തെങ്കിലും ചെയ്താൽ പോരാ, കഴിയുന്നത് ചെയ്യണം. പിന്നെ കഴിവിനെ അപ്പുറത്ത് ചെയ്യണം. അവർക്ക് അത്രേ കഴിയുന്നുള്ളത് പറഞ്ഞിട്ട് നിർത്തുവല്ല ചെയ്തത്. പിന്നെ അടുത്തത് പെട്ടി ഉണ്ടാക്കി ഞാൻ അവിടെ കൊണ്ട് ഈ കുഞ്ഞിനെ വെച്ചു എന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു, കഴിവില്ല, കഴിയത്തില്ല എന്ന് ഒരു കാരണവശാലും ഞാനും നിങ്ങളും പറയരുത്. പൗലോസ് പറഞ്ഞ വാക്കുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്നാണ് അതിന്റെ മലയാളം. ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയാമോ? I can do all things through Christ who strengthens me. I can do all things എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? എനിക്കെല്ലാം കഴിയുമെന്നാ. പക്ഷെ ആരെ സഹായിക്കുന്നേ? കർത്താവ്. നമ്മൾ കർത്താവ് എന്ന് വിളിക്കും, ദൈവമെന്ന് വിളിക്കും, പിതാവെന്ന് വിളിക്കും, നമ്മൾ അപ്പമൂർത്തി ദൈവത്തെ ആരാധിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പാട്ട് പാടും, നമ്മൾ മീറ്റിങ്ങിന് വരും, ഇതെല്ലാം ചെയ്യും. നമ്മൾ വിശ്വാസം എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് കഴിയത്തില്ലെന്ന് പറയാം. അപ്പൊ നമ്മൾക്ക് കർത്താവോടുള്ള ബന്ധം എന്തോ? പിന്നെ പൗലോസ് പറഞ്ഞത് തന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ട് കഴിയുമെന്നല്ല, തന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുമെന്നല്ല, ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുടെ പരിജ്ഞാനം കൊണ്ട് കഴിയുമെന്നല്ല. പിന്നെന്താ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ആവശ്യം. ഈ കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളതാ. ഇനിയും ഇവർ ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വെച്ചു. പിന്നെന്താ?
4-ാം വാക്യം വായിക്കുന്നത്, അവൻ എന്തു ഭവിക്കുമെന്ന് അറിയാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അവിടെ ആ സ്നേഹം, നിസ്സഹായത അല്ലേ. പെൺകുട്ടിയാ, ഒത്തിരി പ്രായമൊന്നും കാണത്തില്ല. എന്നാൽ കന്യക എന്നൊരു വാക്ക് പിന്നെ പറയുന്നുണ്ട്. ഒത്തിരി പ്രായമൊന്നും കാണത്തില്ല. അവിടെ കുഞ്ഞനിയനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ നിൽക്കുക. സന്ധ്യ വരെ നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. സന്ധ്യ വരെ നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ പറയാൻ കാരണം, സന്ധ്യ വരെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് രാവിലെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നതിന് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? 5-ാം വാക്യം. അപ്പോൾ വാക്യം വളരെ പ്രധാനപ്പെട്ടതാ വാക്ക്. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ പല വാക്കുകൾ നാം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും നോക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴാ? ഇവർക്ക് ചെയ്യാവുന്നവർ ചെയ്തു, ചെയ്യാവുന്നതിനപ്പുറവും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ പ്രവൃത്തി ആരംഭിച്ചു. ഇംഗ്ലീഷിൽ 2-3 വാക്കുണ്ടോട്ടെ, ഞാൻ 2-3 ഭാഷകൾ നോക്കി. ആൻഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ദെൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്, നൗ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? താൻ പ്രവർത്തിക്കാൻ തുടങ്ങി, അതിന്റെ തുടർമാനമായിട്ട്, മുൻപ് നടന്നതിന്റെ തുടർമാനമായിട്ട്, അപ്പോൾ തന്നെ. ഇവിടെ മുമ്പ് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, നാച്ചുറൽ, നമുക്ക് സാധാരണമായ കാര്യങ്ങൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അസാധാരണ കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യാം. അതിനപ്പുറം പറ്റുമോ? ഇല്ല. നമ്മൾ 2 കാര്യം ചെയ്യുന്ന ഉടനെ കർത്താവ് ചെയ്യുമ്പോൾ എന്നറിയാമോ? സൂപ്പർ നാച്ചുറൽ ഇല്ലയോ? അമാനുഷികമായ കാര്യം. കർത്താവ് ഈ സാധാരണ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത്ഭുതമൊന്നുമില്ല. അസാധാരണ കാര്യത്തിലും അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മളെ കൊണ്ട് കുറേയൊക്കെ സാധിക്കും. നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു. പിന്നെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. ദെൻ ആൻഡ് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. സൂപ്പർ നാച്ചുറൽ, അമാനുഷികമായ കാര്യം. എന്തുവാ? ഞാൻ ഇനി വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കാൻ വന്നു. സമയം ഒട്ടും പോയില്ല. പ്രവർത്തിക്കാൻ ദൈവം തുടങ്ങി. ഫറവോന്റെ പുത്രി വന്നു കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ച് കുളിക്കുന്നതിന് മുമ്പ് അവിടെ ദാസിമാരുമായിട്ട് അതിന് ചുറ്റും നടക്കുക. മലയാളത്തിൽ അത് പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട്. അതെ, with their maidens walking alongside the Nile എന്നാണ്. അവിടെ ദാസിമാരുടെ കൂടെ അവളും നടന്നു എന്ന് വായിക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ പെട്ടി ആറ് ദിശയിലെ വെട്ടത്? ആറ് കണ്ണിലെ വെട്ടത്? ഫറവോന്റെ പുത്രിയുടെ കണ്ണിലെ വെട്ടത്. അവൾ പറയുന്നു അവിടെ ദാസിയോട് ആ പെട്ടി എടുത്തുകൊണ്ട് വരാൻ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കൊണ്ടുവന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ടു ഹെർ എന്ന് വായിക്കുന്നു. അവിടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ആ ടൈമിങ്, ദൈവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാണ്. 3 മാസം ഈ അമ്രാം, യോക്കേബേദ്, മിരിയാം, അഹരോന്റെ കാര്യം പറയണ്ട, 3 വയസ്സേ ഉള്ളൂ, അവനൊന്നും അറിയത്തില്ലല്ലോ. ഈ 3 പേര് ഈ 3 മാസം ആ വീട്ടിൽ ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയായിരിക്കും കഴിഞ്ഞത്? രാവും പകലും ഭയപ്പെട്ട് കഴിയുക. ഉറങ്ങാൻ പറ്റുമോ? ഇവൻ അധികം ശബ്ദം ഉണ്ടാക്കി കരഞ്ഞാൽ അത് പുറത്തു വരാതിരിക്കാൻ നോക്കണം. അങ്ങനെ 3 മാസം ഞെരുങ്ങിക്കഴിഞ്ഞ ഇവര് അവരുടെ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് സിസ്റ്റമായിട്ട് അപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പെങ്കൊച്ചിനെയും കൂടെ ഉള്ളവരെയും കുളിക്കുവാനായിട്ട് അങ്ങോട്ട് വന്നു. അവർ നടന്നു, അവിടെ കണ്ണിൽ പെട്ടു, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, അവൾ എടുത്തുകൊണ്ട് വന്നു. കാര്യങ്ങളുടെ സ്ഥിതി മാറി. എന്താ അടുത്തത്? 6-ാം വാക്യം. പൈതലിനെ കണ്ടു. ഇവിടെ ഈ ദാസിയോട് പറഞ്ഞ് പെട്ടി എടുത്തുകൊണ്ട് വരാൻ. അപ്പൊ ദാസി പെട്ടി എടുക്കാൻ പോയി. അവിടെ ചെന്ന് ഈ പെട്ടിയിലങ്ങ് തൊട്ടപ്പോ ഈ കൊച്ചൊന്ന് കരഞ്ഞെന്ന് വിചാരിക്കുക. അവൾ എന്ത് ചെയ്യുമായിരുന്നു? തുറന്നു നോക്കും അല്ലേ? അത്ഭുതമായിട്ട് തുറന്നു നോക്കും. നോക്കിയിട്ട് പറയും, അവിടുന്ന് വിളിച്ചു പറയും, നിന്റെ അപ്പന്റെ കൽപ്പന ലംഘിച്ച് ആരോ ഒരു ആങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവച്ചേക്കാം. ഇവിടെ എന്താ പറയാമായിരുന്നു? ന്യായമായിട്ട് അവിടെ അങ്ങ് മുക്കിയേക്കാൻ പറയും. മനസ്സിലായോ? മോശ കരഞ്ഞില്ല. 3 മാസം പ്രായമുള്ള മോശ പെട്ടിക്കകത്ത് കിടക്കുക അനങ്ങാതെ. അവൻ കരയാൻ ദൈവം അനുവദിച്ചില്ല. അവൻ കരഞ്ഞത് എപ്പോഴാ?
ഫറവോന്റെ മകളുടെ പെട്ടി തുറന്നപ്പോൾ കുട്ടി ഇതാ, അതിനോട് അവൾക്ക് അലിവ് തോന്നി. അവിടെ അപ്പനില്ലാത്ത അലിവ്. അവിടെ അപ്പൻ ക്രൂരനാണ്. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളെന്ന് പറഞ്ഞ ക്രൂരനായ മനുഷ്യന്റെ മകള് പറയുന്നു, എനിക്ക് അതിനോട് അലിവ് തോന്നി. തമ്പുരാൻ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാ? ഞാൻ ഒരു വാക്ക് പ്രത്യേകം പറയുന്നു, അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. കരയേണ്ടിയവന്റെ മുഖത്ത് നോക്കി മാത്രമേ കരയാവൂ. പ്രാപ്തിയുള്ളവന്റെ മുഖത്ത് നോക്കിയേ കരയാവൂ. ആ രാജ്യത്ത് ഈ മോശെ ജീവനോട് വയ്ക്കാൻ അധികാരമുള്ള രണ്ടുപേരേ ഉള്ളൂ. അതൊന്ന് ഫറവോ രാജാവും അദ്ദേഹത്തിന്റെ മകളുമാ. അദ്ദേഹത്തിന് മകനില്ലെന്നാ ചരിത്രം പറയുന്നത്. തന്റെ ഏക മകളാ. വേറെ ആര് നോക്കിയാലും മോശെ ജീവനോട് ചേക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കരയുന്നെങ്കിൽ സഹായിക്കാൻ പ്രാപ്തിയുള്ളവരുടെ മുഖത്ത് നോക്കിയേ കരയാവും. അതാരാ? നമ്മുടെ കർത്താവ്. കർത്താവിനോട് നമ്മുടെ കാര്യങ്ങളെ കരയാവൂ. മനുഷ്യരോട് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മെ സഹായിച്ചു വരിക്കാം, പിന്നെ അവർ മാറും, പിന്നെ വാക്ക് മാറും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യന്റെ സഹായമോ സ്നേഹമോ സഹകരണമോ വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മുടെ കാര്യം പറയാൻ പറ്റിയ ഒരാള് കർത്താവ് മാത്രം. അവന്റെ മുഖത്ത് നോക്കി കരഞ്ഞാൽ ആ കരച്ചിൽ ഫലിക്കും. ആ കരച്ചിൽ അവൾക്ക് അവനോട് അലിവ് തോന്നി. ഭയങ്കരമാണ്. അലിവ് തോന്നാത്ത അപ്പന്റെ മകൾക്ക് അലിവ് തോന്നിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് സൂപ്പർ നാച്ചുറൽ. പക്ഷെ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം. സാധാരണ കാര്യം ചെയ്യണം, അസാധാരണ കാര്യം ചെയ്യണം. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കും. ഫറവോന്റെ മകളുടെ ജീവിതത്തിൽ അവൾക്ക് അവനോട് അലിവ് തോന്നി. ഇനി 7-ാമത്തെ വാക്യം നോക്കി. 7-ാമത്തെ വാക്യം, verse 7. അധികം പ്രായമില്ലെങ്കിലും മിടിക്കുക, പേടിച്ചില്ല. രാജാവിന്റെ മോളല്ലയോ, അവളോട് എങ്ങനെ സംസാരിക്കുന്നത്? പേടിച്ചില്ല. അവക്ക് രാജാവിന്റെ മകളെക്കാളും പ്രാധാന്യം അവിടെ അനിയനാ, കുഞ്ഞാ. സഹോദര സ്നേഹം. മാത്രമല്ല അപ്പനും അമ്മയും അവളെ ഒരു കാര്യം ഏൽപ്പിച്ച വിട്ടത്. അപ്പനും അമ്മയ്ക്കും അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. ആൾക്കാർ ശ്രദ്ധിക്കും, ചോദിക്കും. ഇവള് വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും സൂത്രത്തിൽ, ആരും അറിയാതെ. ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തു. ഈ കുഞ്ഞിനെ പെട്ടി തുറന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ചെന്നങ്ങ് ചോദിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ എന്താ? അവൾക്ക് പോയി ചോദിച്ചപ്പോൾ തന്നെ നിനക്കെന്താ അവിടെ കാര്യം എന്ന് ചോദിച്ചോ? രാജാവിന്റെ മകള് ചോദിച്ചോ? ഇല്ല, ഞാൻ രാജാവിന്റെ മകളാ, നീ ഒരു എബ്രാസ് പെങ്കുച്ച, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്നോട് സംസാരിക്കാൻ ആരാ? ഇതൊന്നും അവള് ചോദിച്ചില്ല. ഉടൻ തന്നെ മറുപടി പറയുക, നീ പോയി. ഇത് ദൈവമല്ല ആര് പ്രവർത്തിക്കാൻ? മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്നതിനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ നാം ചെയ്യേണ്ടത് ചെയ്തിട്ട് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവനെ കാര്യം സമയത്ത് കൃത്യമായി ചെയ്യും. ഇവിടെ 5, 6, 7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെല്ലാം നടക്കുന്നത് നിമിഷ നേരം കണ്ട, പെട്ടെന്ന് അല്പം പോലും കാലതാമസമില്ല. തമ്പുരാൻ പ്രവർത്തിക്കുമ്പം അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൺഫ്യൂഷൻ അവിടെ ഇല്ല, ഒരു കലക്കമില്ല, ഒരു ചിന്താക്കുഴപ്പമില്ല. അവിടെ ചോദിക്കുന്നു, പറയുന്നു. 7-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഫറവോന്റെ പുത്രി അവളോട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. ഇനി എന്താ അവൾ പറയുന്നത്? 9-ാം വാക്യം ഞാൻ വായിച്ചപ്പം എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയാമോ? ഞാൻ അന്ന് കുറെ നേരം കുത്തിയും ചിന്തിച്ചു. 9-ാം വാക്യം എന്തുവാ? ഫറവോന്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ട് വളർത്തണം. ഫറവോൻ പറഞ്ഞ എന്തോ? ഈ പൈതലിനെ കൊല്ലണം. അപ്പം പറയുന്നു കൊല്ലണം. മോള് പറയുന്നു നമ്മുടെ കർത്താവിന് കഴിയാത്ത കാര്യമെല്ലാം. പിശാച് പറയുന്നു ഫറവോനോട്, ഇവരെല്ലാം കൊന്നുകളയണം, ഇല്ലെങ്കിൽ നിനക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നു ഫറവോന്റെ മോളോട് വളർത്താൻ പറ. ഇതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പനും മോളും കൂടെ പിണങ്ങിയാന്നോ? അല്ല. മൂക്ക് തോലും അറിയാമോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അവള് ഒരു പെങ്കൊച്ച്, അവക്കതങ്ങ് താല്പര്യമായി, അവൾക്ക് ആ കുഞ്ഞിനോട് താല്പര്യമായി, അലിവ് തോന്നി. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. എബ്രായ കുഞ്ഞല്ലേ, എബ്രായ വീട്ടിൽ തന്നെ വളർന്നോട്ടം തീരുമാനിച്ചു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. വിശ്വാസത്താൽ മോശയുടെ അമ്മയപ്പന്മാർ അവന്റെ ജനനത്തിങ്കൽ അവൻ സുന്ദരനെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? 3 മാസം ഒളിപ്പിച്ചു. അത് മാനുഷ്യമായ നിലയിൽ പറഞ്ഞാൽ വളരെ റിസ്കാ. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ
തമ്പുരാനെ ബാക്കി ചെയ്തിരിപ്പാൻ കഴിയത്തുമില്ല. ഈ 2 പേരെ, ഈ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ കുടുംബമായിട്ടുള്ളത്. ബാക്കി എല്ലാം ഒറ്റയ്ക്കാണ്. ഇവർ വേറെ എന്തെങ്കിലും ചെയ്തോ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, 3 മാസം ഒളിപ്പിച്ചു വെച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഒറ്റ പ്രവൃത്തിയാണ് അവരെ ആരാക്കിയത്? വിശ്വാസ വീരന്മാരാക്കിയത്. ഇനിയും കേട്ടോ, 9ാമത്തെ വാക്യത്തിൽ നീ വളർത്തണം എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന്. ആരോടെ പറയുന്നത്? സ്വന്തം മകനെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് സ്വന്തം മുലപ്പാൽ കൊടുക്കുന്നതിന് സ്വന്തം അമ്മയ്ക്ക് ശമ്പളം. ഇതെങ്ങനെ വിശദീകരിക്കുന്നേ? എവിടുന്ന ഈ ശമ്പളം? ഫറവോന്റെ കൊട്ടാരത്തിലെ ട്രഷറിയിൽ നിന്നാണ്. അവിടുത്തെ ധനകാര്യമന്ത്രി അനുവദിച്ചു കൊടുക്കണം. ആർക്കാന്നറിയാമോ? ഈ നേഴ്സസ് ഉണ്ടല്ലോ, അവരുടെ പേരുടെ സൂതി കർമ്മിണികൾക്ക് അവിടുന്ന് ശമ്പളം കൊടുക്കുന്നത് എന്തിനാ? അവരുടെ ജോലി ചെയ്യാനായിട്ട്. അവരോട് പറഞ്ഞു ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട് ചെയ്യണം, ആമ്പിള്ളേരെ എല്ലാം കൊന്നുകളയണം. ഇവിടെ ഒരാങ്കൊച്ചിനെ ഫറവോന്റെ മകളുടെ പേര് പറഞ്ഞ് അവന്റെ അമ്മ തന്നെ വളർത്തുന്നു. അതിന് എവിടുന്നാണോ സൂതി കർമ്മിണികൾക്ക് ശമ്പളം കൊടുത്തത് അതേ ഓഫീസിൽ നിന്ന്, മനസ്സിലായോ? അതേ ഓഫീസിൽ നിന്ന് മോശയുടെ അമ്മയ്ക്ക് ശമ്പളം കൊണ്ട് കൊടുക്കുക. ഒരിടത്തു നിന്ന് അവർക്ക് കൂടി ശമ്പളം കൊടുത്തിട്ട് പറഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു, ആണുങ്ങളെ ആമ്പിള്ളേരെല്ലാം. ഇവിടെ ശമ്പളം കൊടുത്തിട്ട് പറഞ്ഞു വളർത്തിക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ പ്രവൃത്തിക്ക് നമുക്ക് എന്താ പറയണ്ടേ? അത്ഭുതമെന്നോ അതിശയമെന്നോ ഒന്നും പറഞ്ഞാൽ പോരാ. കൊല്ലാൻ പറഞ്ഞ അപ്പന്റെ മകള് പറഞ്ഞ് വളർത്താൻ, കൊല്ലാൻ ശമ്പളം കൊടുത്ത അപ്പന്റെ മകളുടെ ശമ്പളം കൊടുത്തിട്ട് പറഞ്ഞ് വളർത്താൻ. ഒരിടത്തു തന്നെ ശമ്പളം കൊടുക്കുന്നത്, ഒരിടത്തു നിന്നാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സ്വന്തം മകനെ സ്വന്തം മുലപ്പാൽ കൊടുത്ത് സ്വന്തം വീട്ടിൽ വളർത്തിയ അമ്മ. ലോക ചരിത്രത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇനി മേലിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒന്ന് മതി. ഇന്നും പ്രസംഗിക്കപ്പെടുക ആ പാവം പിടിച്ച സഹോദരന്റെയും വിശ്വാസം. ദൈവത്തെ ഭയപ്പെട്ട് വളരെ പ്രാർത്ഥനയോടെ 3 മാസം കഠിനമായ സാഹചര്യം. നമ്മൾ ചോദിച്ചാൽ അവർ പറയും, അയ്യോ എൻ്റെ സഹോദരന്മാർ എന്ത് ടെൻഷനാണെന്നറിയാമോ? നമ്മൾ പറയത്തില്ല ടെൻഷൻ. നമ്മുടെ ടെൻഷൻ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ചുമ്മാ ടെൻഷനാണ്. ഇതൊക്കെ സത്യമായ ടെൻഷനാണ്. നമ്മളൊക്കെ ചുമ്മാ അങ്ങ് പറയുന്ന ടെൻഷനാണ്, സമയമില്ല, ബിസിയാ. ഇവരങ്ങനൊന്നുമല്ല. ഇവർ സത്യമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് പറയുന്നത്. പിരിമുറുക്കത്തോട് കഴിച്ചു കൂട്ടിയ 3 മാസം ഫ്രീ ആയി. ഇപ്പൊ വീട്ടിൽ ആരും നോക്കാനാ? പട്ടാളക്കാരും നോക്കിയാലും തള്ള പറയും, ഓ ഇല്ലയോ, ഞാൻ എൻ്റെ മോനെ വളർത്തുന്നത് നിങ്ങളുടെ രാജ്ഞി പറഞ്ഞിട്ടാ, ശമ്പളം വാങ്ങിച്ചിട്ടാ വളർത്തുന്നത്. ഇത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. അവര് ശമ്പളം വാങ്ങിച്ച് വളർത്തി. ഇനി 10ാമത്തെ വാക്യം. ഒരു വാക്കൂടെ ഉള്ളൂ. ആ പൈതൽ വളർന്ന ശേഷം, മുലകൂടി മാറിയ ശേഷവും നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ വളർന്ന ശേഷം അത്രയും സമയം ദൈവം കൊടുത്തു. അവിടെ ഫറവോന്റെ പുത്രി ധൃതി പിടിച്ചില്ല, മുലകൂടി മാറുമ്പോഴേക്കും കൊണ്ടുപോകാന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത് വളർന്ന ശേഷമെന്ന. എത്രമാത്രം വളർന്നത് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉള്ള സമയം കൊണ്ട് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് അവനെ പറഞ്ഞ് പഠിപ്പിക്കത്തക്കവണ്ണമുള്ള വളർച്ച ഉണ്ടായി. അതാണ് അവന്റെ ജീവിതത്തിൽ പിന്നെ പ്രയോജനപ്പെട്ടത്. അപ്പൊ നോക്കണം, ശമ്പളം വാങ്ങിച്ചു, ആഹാരം കൊടുത്തു, വീട്ടിൽ തന്നെ വളർത്തി, വചനം പഠിപ്പിച്ച് വളർത്തി. കൊല്ലണമെന്ന് പറഞ്ഞവരാ. തമ്പുരാൻ ചെയ്യുമ്പം കൃത്യമായി ചെയ്യും, പെർഫെക്റ്റായി ചെയ്യും, ഉദ്ദേശത്തോടുകൂടി ചെയ്യും. അത് അത്യാവശ്യമായിരുന്നു. അവിടെ വളരണം. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ. അപ്പൊ ഫറവോന്റെ ആരാ? കൊച്ചുമകൻ. ഫറവോന്റെ കൊച്ചുമകൻ. കൊല്ലണമെന്ന് പറഞ്ഞവൻ ഇപ്പൊ ആരാ? നിന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കും, നിന്റെ മോളെ കൊണ്ടും പറയിപ്പിക്കും. എൻ്റെ മോനാ, എൻ്റെ കൊച്ചുമോനാ എന്ന് പറയിപ്പിക്കും. ചരിത്രം പറയുന്നത് ഫറവോന് വേറെ ആൺമക്കളില്ലായിരുന്നത് കൊണ്ട് ഇവൻ വളർന്നു വന്നിട്ട് വേണം അടുത്ത ഫറവോ ആകാൻ. ഫറവോ എന്ന് പറഞ്ഞ സ്ഥാനപ്പേര രാജാക്കന്മാർ, അവിടുത്തെ രാജാക്കന്മാർ മിസ്രൈമിലെ അടുത്ത രാജാവായിട്ട് വരേണ്ടത് മോശയാണ്. അതനുസരിച്ചുള്ള ട്രെയിനിങ് അവന് അവിടെ കൊടുത്തു. അവൻ അവിടെ വളർന്നു. അതും
ഒരാവശ്യമായിരുന്നു. എന്തിനാ? മിസ്രൈമിലെ സകല കാര്യങ്ങളും അഭ്യസിച്ചു എന്നാണ് പിൽക്കാലത്ത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറഞ്ഞത്. മിസ്രൈമിലെ സകല അഭ്യാസവും താൻ പഠിച്ചു, സകല ജ്ഞാനവും തനിക്ക് ലഭിച്ചു. അതാവശ്യമായിരുന്നു. മിസ്രൈമിനെ കുറിച്ചുള്ള നല്ല പരിജ്ഞാനം ഉണ്ടാകണമായിരുന്നു. കൊട്ടാരത്തെക്കുറിച്ച്, ഭർവരാജാവിനെ കുറിച്ച്, അവിടുത്തെ പടയാളികളെ കുറിച്ച് എല്ലാം പരിചയിക്കത്തക്കവണ്ണം ഒരു 40 വർഷം താൻ അവിടെ ആയിരുന്നു. എന്തെന്നറിയാമോ? അവിടുന്ന് തന്നെ കൊണ്ടുപോയിട്ട് തന്റെ 80-ാമത്തെ വയസ്സിൽ കൊണ്ടുവന്ന് വിടാൻ പോകുന്നത് എങ്ങോട്ടാ? വീണ്ടും മിസ്രൈമിലേക്കാ. എന്തിനാ? തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കണമെങ്കിൽ കൊട്ടാരത്തിൽ തന്നെ വളരണം. കൊട്ടാരത്തിൽ വളർന്നു. 40 വർഷം കൊട്ടാരത്തിൽ വളർന്നു. ഏറ്റവും കാര്യങ്ങൾ കൊട്ടാരത്തിലെയും മിസ്രൈമിലെയും പട്ടാളക്കാരുടെയും അവിടുത്തെ പണത്തിന്റെ കാര്യങ്ങളും എല്ലാം, അവിടുത്തെ ദേവന്മാരുടെയും ദേവതമാരുടെയും കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കിയിട്ട് ദൈവം അവരെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. അവനെ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തി വീണ്ടും അങ്ങോട്ട് തന്നെ വിട്ടു. അവിടുന്ന് തന്റെ ജനത്തെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ താനെ പരിപാലിച്ചുകൊണ്ട് പോയി എന്ന് വായിക്കുന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. ഒറ്റ വാക്യമേ ഉള്ളൂ: വിശ്വാസത്താൽ അവന്റെ അമ്മയപ്പന്മാർ ശിശു സുന്ദരനെന്ന് കണ്ട് രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആ 3 മാസത്തിന് ശേഷം തമ്പുരാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തമ്പുരാൻ ചെയ്തു. തമ്പുരാൻ ചെയ്തത് ഇന്നും നമുക്ക് ഒരു സംസാര വിഷയമാണ്, നമുക്കൊരു പഠന വിഷയമാണ്, നമുക്കൊരു മാതൃകയായിട്ട് വെച്ചിരിക്കുക. ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്ത നമ്മൾ വിട്. ചെറുപ്പക്കാരായാലും കൊള്ളാം, യൗവനക്കാരായാലും കൊള്ളാം, പ്രായമുള്ളവരായാലും കൊള്ളാം, സുവിശേഷന്മാരായാലും മൂപ്പന്മാരായാലും ആരായാലും, ഈ ശബ്ദം കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, കഴിയത്തില്ലെന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് വിടാം. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇല്ലെന്നതിന്റെ അർത്ഥം. അത് കർത്താവ് പറഞ്ഞു, കർത്താവിന് കഴിയാത്ത കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനല്ല കർത്താവ്, സകലവും കഴിയുന്നവനാ. അവന്റെ പേരാണ് സർവശക്തൻ. ആ സർവശക്തനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നമ്മെ ശക്തനാക്കുവാൻ പ്രാപ്തനായതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. അത് അഹങ്കാരത്തിന്റെ വാക്കല്ല. പൗലോസ് പറഞ്ഞത് അഹങ്കാരത്തിന്റെ വാക്കല്ല, ആശ്രയത്തിന്റെ വാക്കാ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. നമുക്ക് ആ ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും രോഗമുള്ളവരാണ്. ആ രോഗം പല രോഗങ്ങളാകാം. ആ രോഗത്തിന്റെ അവസ്ഥയിൽ മുൻപോട്ട് പോകാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതേ രോഗം അനുഭവിക്കുന്ന മറ്റു ചിലരുണ്ടല്ലോ, കട്ടിലേന്ന് പോലും എഴുന്നേക്കാൻ വയ്യാത്തവരില്ലയോ? ഉണ്ട്. ആ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് ഈ സഭാഹോളി വരെ വന്ന് ഈ വചനം കേൾക്കാൻ ദൈവം എന്നെ സഹായിച്ചല്ലോ. അതുകൊണ്ട് തൃപ്തിപ്പെടണം. വയ്യാന്ന് പറയല്ലേ. ഞെരുക്കമാ, ബുദ്ധിമുട്ടാ. നമുക്ക് ഇന്നും നമ്മൾ ആഹാരം കഴിച്ചില്ലയോ? നല്ല വസ്ത്രം ധരിച്ചെങ്കിൽ വന്നില്ലയോ? കുളിച്ച് വൃത്തിയായിട്ട് വന്നില്ലയോ? അപ്പൊ അതിനുള്ള സോപ്പ, എണ്ണ, തുണി, വസ്ത്രം, യാത്രകളുടെ കാര്യം ഇന്ന് കിട്ടിയില്ലയോ? ഇല്ലെന്ന് പറയരുത്. നാളത്തെ കാര്യം നാളെ ആട്ടെ. ഒന്നുമില്ലെന്ന് പറയരുത്. ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് ചെയ്യാം. തൃപ്തിയോടെ പോകാം. ഇവർ പറഞ്ഞത് ഇനി കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആരെല്ലാം മടക്കിപ്പോയോ? ഇല്ല. കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ പെട്ടിയുണ്ടാക്കി പെട്ടിക്കകത്ത് വെച്ചു. മനസ്സിലായോ? അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വാക്യമാണ്. 3 മാസമായപ്പോൾ കഴിയത്തില്ലെന്ന് വിചാരിച്ചു. കാരണം രാജ്യത്തെ നിയമം അനുസരിച്ച്, രാജാവിന്റെ കൽപ്പന അനുസരിച്ച്, പടയാളികളുടെ സ്വഭാവം അനുസരിച്ച് ഇനിയും കഴിയത്തില്ല, അതുകൊണ്ട് കൈവിട്ടേക്കാം, കൊച്ചരെ കളഞ്ഞേക്കാം. അങ്ങനെയാണോ? അല്ല. കഴിയത്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കും. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവർക്ക് പറയാൻ സാധിക്കും, കർത്താവ് ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഇല്ലാത്ത സമയം, പക്ഷെ ഞങ്ങൾ കഴിയാതെ നോക്കി ഞങ്ങൾ ചെയ്തു, അവിടുന്ന് എന്റെ ബാക്കി ചെയ്തല്ലോ. സ്തോത്രം പറയാൻ പറ്റും. നമുക്ക് വരും ദിവസങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ആ ബോധ്യത്തോടെ ചെയ്യാം. അതിന് പറയുന്ന പേരാണ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. നമ്മൾ ഇതുവരെ ചിന്തിച്ച എല്ലാവരുടെയും പ്രവൃത്തി ആരംഭിക്കുന്നത് ബൈ ഫെയ്ത്ത് എന്ന് ഇംഗ്ലീഷ് ആരംഭിക്കുന്നത്. വിശ്വാസത്താൽ. ഇവരും വിശ്വാസത്താലാണ്. അവർക്ക് ലഭിച്ച വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിൽ, ഞാൻ സാധാരണ പറയുന്ന വാക്ക് ആവർത്തിച്ച് പറയുക, ഒത്തിരി വ്യത്യാസമുണ്ട്. അവർക്ക് ബൈബിളില്ല, അവർക്ക് സഭാഹോളില്ല,
അവർക്ക് സഭാ കുടികളില്ല, അവരുടെ കൂട്ടത്തിൽ ഉപദേശിമാരില്ല, മുപ്പന്മാരില്ല, പഠിപ്പിക്കാൻ ആളില്ല, എന്നിട്ടും അവർ വിശ്വാസത്തിൽ നിലനിന്ന് വീരന്മാരായെങ്കിൽ നമുക്ക് എത്ര അധികം ഇത്രയും ആനുകൂല്യം നമുക്കുണ്ട്. നമ്മൾ താണുപോയെങ്കിൽ തികച്ച് നമ്മൾ അതിൻ്റെ ഉത്തരവാദികൾ, നമ്മൾ അതിന് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ നിലനിന്ന് ബലപ്പെട്ട് കർത്താവിന് വേണ്ടി വീര്യത്തോടെ പ്രവർത്തിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.